ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നാടൻ ചിക്കൻ റോസ്റ്റാണ് കാണിക്കുന്നത്. കുറച്ചൊരു കുറുകിയ ഗ്രേവിയുള്ള നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 6 അല്ലി വെളുത്തുള്ളി. ഞാനിപ്പോൾ കുറച്ച് വലുതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 7-8 എണ്ണം എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ അധികം എരിവൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകമാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 3 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. പിന്നെ 2 കഷ്ണം പട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തൈരാണ്, അതായത് 4 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഈ അരച്ച മസാല അല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആവും. പിന്നെ മസാലയൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ശേഷം ഇതൊരു കടായിലേക്ക് ഇടുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക. ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏതാണ്ട് 1 കപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിള വന്ന ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ആ ഗ്രേവി മാറ്റിയിട്ട് ആ ചിക്കൻ പീസസ് എടുക്കുക. എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു 5-6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ ചിക്കൻ പീസ് ഇട്ടിട്ട് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കുക. കാരണം ഇത് വേവാനൊന്നുമില്ല, വെന്ത ചിക്കനാണല്ലോ. അപ്പോൾ ഇനി കൂടുതൽ വേവാനൊന്നുമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാവുന്നതാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ അത് വറുത്ത് കോരി മാറ്റുക. ഞാനിപ്പോൾ ഇത് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാവുക കാരണം വെളിച്ചെണ്ണ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ലൈറ്റ് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത് വറുത്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ബാക്കിയുള്ള എണ്ണയിൽ 1 പിടി കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്തിട്ട് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ 2-3 പച്ചമുളക്, അത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ ചുവന്ന മുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. 3 വലിയ തക്കാളി കേട്ടോ, നല്ല പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് അത്യാവശ്യം നല്ല തക്കാളി ചേർക്കണം. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് തക്കാളി വെന്ത് അതിൻ്റെ ആ പച്ചമണക്ക റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ട് എണ്ണ തെളിയണം. കുറച്ചും കൂടി ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. തക്കാളി നന്നായിട്ട് വേവിച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ആ ചിക്കൻ വേവിച്ച വെള്ളം ആ ഗ്രേവി ഇതിലേക്ക് ചേർക്കുക. ആ ഗ്രേവി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഇനി വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനി തിള വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല എണ്ണ തെളിഞ്ഞ് വരും. അവസാനം കുറച്ച് കറിവേപ്പില മല്ലിയിലേക്ക് വിതറാം. അവസാനം
1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുള്ള നല്ലൊരു നാടൻ ചിക്കൻ റോസ്റ്റ് റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്